ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 45 എബോവ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വരണ്ട ചർമ്മം, മുഖത്തിന്റെ തിളക്കം, ചുളിവുകളെ, സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നമുക്ക് തോന്നും. ഈ ഫേഷ്യൽ ഒരു 45 എബോവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ഈ ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുഖത്തിന്റെ ചർമ്മത്തിലുള്ള അഴുക്കും മൃതകോശങ്ങളും എല്ലാം മാറി പുതിയ സ്കിൻ നമുക്ക് വരികയും ചർമ്മത്തിന് നല്ല തിളക്കവും മോയ്സ്ചറൈസും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സ്കിന്നിന്റെ pH ബാലൻസ് നിലനിൽക്കുകയും ചെയ്യും. ഈ മെഷീന് 7 പാർട്ടാണ് ഉള്ളത്. ഒന്ന് അബ്രാഷൻ, സ്ക്രബ്ബർ, അൾട്രാസൗണ്ട്, RF കൂൾ കംപ്രഷൻ ആൻഡ് LED മാസ്ക്. ഇത്രയും ഈ മെഷീനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവുകയും ചുളിവുകൾ മാറുകയും കൊളാജൻ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ ചെയ്യുന്നത് വൈറ്റമിൻസ് വെച്ചുള്ള ഹൈഡ്രാ ഫേഷ്യലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് കൂടുതലും വൈറ്റമിൻ C ആണ് നമ്മൾ ഉപയോഗിക്കാറ്. ആദ്യമായിട്ട് ഷവർ ക്യാപ്പ് വെച്ചിട്ട് മുടിയെല്ലാം നമ്മൾ മറച്ചു, ടവലിട്ടു. അതിനുശേഷം നമ്മൾ സേവദിന്റെ മിസലർ വാട്ടർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നു. കുറച്ച് മിസലർ വാട്ടർ നമ്മൾ തുടയ്ക്കുന്ന ക്ലോത്തിന്റെ മുകളിലോട്ട് ഒഴിക്കുന്നു. അതിനുശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഇത് നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് പോയതിന് ശേഷം ഉള്ള അഴുക്കുകളും എല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും സ്കിന്നിലുള്ള അഴുക്ക്, ഡസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഒന്നും കൂടെ തിരിച്ചു വെച്ച് വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. നമുക്ക് ഈ മിസലർ വാട്ടർ ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരു മോയ്സ്ചറൈസ് നമ്മുടെ സ്കിന്നിലെ ജലാംശം എപ്പോഴും നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ നിൽക്കും. ഇത് നമുക്കിനി സ്പ്രേ ബോട്ടിലെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്യാം. നല്ലതായിട്ട് ഒരു ജലാംശം സ്കിന്നിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ സ്പ്രേ കൊടുത്തത്. അതിനുശേഷം അബ്രാഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് വെച്ച് നമ്മൾ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടും ഈ സമയം ജലാംശം എപ്പോഴും നമ്മുടെ സ്കിന്നിൽ ആവശ്യമായിട്ടുണ്ട്. ഈ മെഷീന്റെ ബാക്കിലുള്ള ബോട്ടിലിൽ നമ്മൾ മിനറൽ വാട്ടർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളം വന്ന് നമ്മൾ സ്കിൻ നല്ല
ലൈനൊക്കെ മാറ്റി ലാഫ് ലൈനൊക്കെ കുറച്ച് വാക്കം ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ശേഷം നമ്മൾ സിയുടെ ജെല്ല എടുക്കുന്നത്. ഈ ജെല്ല് വെച്ച് ഒരു മസാജ് കൊടുക്കുന്നു. അധികം ഫോഴ്സ് കൊടുത്ത് നമുക്ക് മസാജ് കൊടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് വൈറ്റമിൻ സിയുടെ ക്രീം എടുക്കുന്നു. ഈ ക്രീം നമുക്ക് കുറച്ചെടുത്ത് അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും മോയ്സ്ചറൈസ് നിലനിൽക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അതിനുശേഷം വൈറ്റമിൻ സിയുടെ ഒരു ക്രീമും കൂടെ വെച്ച് ഒരു മസാജ് കൊടുക്കുന്നു. ഈ മസാജ് എല്ലാം 5 മിനിറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് 1 മിനിറ്റേ ഉള്ളെങ്കിലും ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് കൊടുത്ത് ഈ ക്രീമുകളെല്ലാം സ്കിന്നിൽ അബ്സർവ് ചെയ്യണം. ഇപ്പം തന്നെ നമുക്ക് ആ ചേഞ്ച് കാണാൻ കഴിയും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിനി സിറം ആണ് ഉപയോഗിക്കുന്നത്. ഇത് കൊളോജൻ, വൈറ്റമിൻ സി എന്ന് 2-3 സിറം നമ്മൾ ഓരോ ആംപ്യൂൾ എടുത്തതിന് ശേഷം ജെല്ലുമായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ വൈറ്റമിൻ പാക്കാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇടുന്നത്. വൈറ്റമിൻ സീറോ ഇട്ടതിന് ശേഷം അൾട്രാ സൗണ്ട് വെച്ച് മസാജും അതിനുശേഷം RF മെഷീൻ വെച്ച് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പ്രോട്ടീൻ മാസ്ക് ഇടുന്നത്. അതിനുശേഷം നമുക്കൊരു പേപ്പർ മാസ്കും കൂടെ അതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് LED മാസ്ക് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നതും വൈറ്റമിൻ സിയുടെ ഒരു മാസ്കാണ് ഇപ്പോൾ നമ്മൾ മുഖത്ത് ഇടുന്നത്. അതിനുശേഷം LED മാസ്ക് വെച്ചതിന് ശേഷം ഈ LED മാസ്ക് 7 ലൈറ്റാണ് നമുക്കിപ്പോൾ ഇതിനകത്തുള്ളത്. ഈ ഓരോ ലൈറ്റുകളും ഓരോ സ്കിന്നിന് പ്രയോജനം ചെയ്യുന്നതാണ്. റിങ്കിൾസ് മാറാനും കൊളോജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ ടൈറ്റൻ ചെയ്യാനും നമ്മൾ 7 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം മാറ്റാം. ഇപ്പം നമ്മൾ LED മാസ്ക് വെച്ച് അതിനുശേഷം നമ്മൾ വെച്ച ഷീറ്റ് മാസ്ക് മാറ്റിയതിന് ശേഷം നമുക്കിനി കൂൾ കംപ്രഷൻ കൊടുക്കാം.
നമ്മളിപ്പോൾ ചെയ്ത ഫേസ് സിറവും ക്രീമും എല്ലാം സ്കിന്നിൽ നല്ലതായിട്ട് അബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും സ്കിൻ നല്ല സോഫ്റ്റ് ആയി, റിങ്കിൾസ് ഒക്കെ കുറഞ്ഞ് സ്കിൻ ഒരു ടൈറ്റൻ ചെയ്ത ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പൊ തന്നെ ഒരു 5 വയസ്സ് കുറഞ്ഞ ഒരു പ്രതിവിധിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു 50 ഏജ് ഒക്കെ ഉള്ള ആൾക്കാർ ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് എടുത്താൽ സ്കിൻ എന്നും യങ്ങായിട്ട് തന്നെ ഇരിക്കും. കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, കളർ ചേഞ്ച് വരും, റിങ്കിൾസ് ഒക്കെ മാറും, ഫൈൻ ലൈൻ വരെ കുറയ്ക്കും, പിഗ്മെന്റേഷൻ ഫീഡാക്കും. ഏജ്ലെസ് ആയിട്ട് എന്നും നമുക്ക് സ്കിൻ കാണാൻ കഴിയും. മോയ്സ്ചറൈസ് എപ്പോഴും ഉണ്ടാകും. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒരു 18 മണിക്കൂറോളം വിയർക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊളാജന്റെ ഒക്കെ സിറം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിയർത്ത് കളയാതിരുന്നാൽ നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. സാധാ ഫേഷ്യൽ ചെയ്ത ഉടനെ നമുക്കതിന്റെ ഉപയോഗം കാണത്തില്ല. പക്ഷെ ഇത് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ ചേഞ്ച് അറിയാൻ പറ്റും. ഈ ഫേഷ്യൽ ഒരു 50 എബോവ് ഉള്ള എല്ലാവരും ചെയ്ത് നോക്കുക. സ്കിൻ എന്നും നല്ല യങ്ങായിട്ടിരിക്കും. ധാരാളം 2 ദിവസത്തേക്കിന് ധാരാളം വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള അഴുക്ക് ടോക്സിനൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വെള്ളം കുടിക്കാൻ പറയുന്നത്. ഈ LED മാസ്ക് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ചെയ്ത ട്രീറ്റ്മെന്റ് എല്ലാം സ്കിന്നിലോട്ട് നല്ലതായിട്ട് അബ്സർവ് ചെയ്യുകയും ചെയ്യും. അതിൽ ലൈറ്റുകളുടെ പ്രയോജനം നമുക്ക് സ്കിന്നിൽ കിട്ടുകയും ചെയ്യും. കൊളാജൻ ബൂസ്റ്റ് ചെയ്യും, റിങ്കിൾസ് കുറയ്ക്കും, മോയ്സ്ചറൈസ് ആക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു, പാക്ക് ഇട്ടു, LED മാസ്ക് വെച്ചു. ഫേസ് വാഷ് ചെയ്യത്തില്ല, നമ്മൾ തുടച്ച് മാറ്റി ശേഷം കാണുന്ന ഫേസായി പോയി കാണുന്നത്. ഈ ഹൈഡ്രാ ഫേഷ്യല് ആന്റി ഏജിങ് ആണ്. ഒരു ഏജ് കഴിഞ്ഞ് നമ്മൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ 1 മാസമോ 1.5 മാസമോ കൂടുമ്പോൾ ചെയ്താൽ, നല്ല പ്രോട്ടീൻ ക്രീം ഇട്ട് മസാജ് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് ഉപയോഗമാണ്. സ്കിൻ നല്ല യങ്ങാവും. അങ്ങനെ ഈ ഫേഷ്യല് ചെയ്ത ട്രീസ തന്നെ നമുക്ക് ചോദിക്കാം. ട്രീസ, ഈ ഫേഷ്യൽ എങ്ങനെ ഇരിക്കുന്നു? സൂപ്പറാണ്. ഞാൻ വന്നതിനേക്കാളും എനിക്കൊരു 5 വയസ്സ് കുറഞ്ഞ പ്രതീതിയുണ്ട്. എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇപ്പം നന്നായിട്ട് സ്കിൻ ടൈറ്റനായി, ബ്രൈറ്റ് ആയി, ആൻഡ് ആ ഒരു നല്ല റിങ്കിൾസ് ഒക്കെ കുറഞ്ഞു. നല്ല ഐ എം വെരി സാറ്റിസ്ഫൈഡ്. നല്ല അതെ, നല്ലൊരു പുതിയ സ്കിൻ നമുക്ക് വരണ ഒരു ഇത് വരും. റീജനുവേറ്റീവ് ആയിട്ട് നന്നായിട്ട് നല്ലൊരു സ്കിന്ന് വന്നിട്ടുണ്ട്. ഐ എം ടോട്ടലി എന്താ പറയുക, സാറ്റിസ്ഫൈഡ്. വെരി നൈസ്, ഓസം. താങ്ക്സ് ഗോഡ്. ടീച്ചർ, അപ്പം നമ്മളെയും കാട്ടി കൂടുതലായിട്ട് പറയാനുള്ളൊരു എന്താ, അങ്ങനെയുണ്ടോ? ഉണ്ട്. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. അപ്പൊ നന്നായിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്യണം. ശരിക്കും നമ്മളൊരു ആഫ്റ്റർ 45 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 60-65 ഒക്കെ ആയാലും നമ്മളൊരു 48-50 തന്നെ നിൽക്കും. അത് ഷുവറാണ് ആ കാര്യം. ബിക്കോസ് അതാണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ ഞാനാണ്. നന്നായിട്ടിരിക്കും സ്കിൻ എപ്പോഴും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് നമ്മൾ തന്നെ ഒന്ന് ഇത് ചെയ്യണം. അതായത് സൂക്ഷിക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോയ ഉടനെ വെയിൽ കൊള്ളുക, വേർക്കുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനോടൊരു ഗുണമില്ല.
നമ്മൾ നന്നായിട്ട് അത് സൂക്ഷിച്ച് വീണ്ടും ഒരു വൺസിന്റെ മന്തിൽ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അത് എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത് നമ്മൾ മോം വാഷ് ചെയ്യാതെ സൺബാൻ വിത്ത് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം. 2 മണിക്കൂർ കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഒരു 12 മണിക്കൂർ സ്കിൻ സൂക്ഷിക്കണം വേർക്കാതെ. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രയോജനം സ്കിന്നിൽ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഫേഷ്യല് എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. താങ്ക് യു ജി, താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. Okay.